ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെറാനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പീനട്ട് ബട്ടർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, പീനട്ട് ബട്ടർ വളരെ കോസ്റ്റ്ലിയാണ്. മാത്രമല്ല, പുറത്തുനിന്ന് നമ്മൾ കുപ്പിയിൽ മേടിക്കുന്ന പീനട്ട് ബട്ടറിനകത്ത് ഒരുപാട് പ്രിസർവേറ്റീവ്സും ഷുഗറും ഒക്കെ ചേർത്തിട്ടുണ്ടാവും. പക്ഷേ ഇത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. മാത്രമല്ല, പീനട്ട് ബട്ടർ വളർന്നു വരുന്ന കുട്ടികൾക്ക് വളരെ പോഷകസമൃദ്ധമായ ഒരു ആഹാരമാണ്. നമുക്ക് സാൻഡ്വിച്ചിലോ ബ്രെഡിലോ അല്ലെങ്കിൽ മിൽക്ക് ഷേക്കിലോ സ്മൂത്തിയിലോ ഒക്കെ ചേർത്ത് കൊടുക്കാൻ പറ്റും. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന്. ഞാനിവിടെ കുറച്ച് കപ്പലണ്ടി വറുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല കട്ടിയുള്ള ചീനച്ചട്ടിയിലിട്ട് വറുത്തെടുത്തതാണ്. ഇതിൻ്റെ തൊലി എങ്ങനെയാണ് മാറ്റുന്നതെന്ന് നോക്കാം. ഇതുപോലെ ഒരു ടവലിൽ അത് പൊതിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് തിരുമ്മി കൊടുത്താൽ മതിയാവും. ഏകദേശം 90% തൊലി ഇങ്ങനെ നമുക്ക് മാറിക്കിട്ടും. എന്നിട്ട് അത് അരിപ്പയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് ഇളക്കി അതിൻ്റെ തൊലി മാറ്റിയെടുക്കാം. ഇപ്പം മാറാത്ത തൊലി ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ മാറാതെ കിടക്കുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് തൊലിച്ചിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു 200 ഗ്രാം വരും. ഒരു തൊലി പോലും പാടില്ല, നല്ല ക്ലീനാണോ നോക്കണം. അപ്പോൾ എൻ്റെ മിക്സിക്കകത്ത് ഇത് ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കും. കാരണം ഇതിന് മുമ്പ് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഒരു 200 ഗ്രാമൊക്കെ സുഖമായിട്ട് ഇതിനത് അരഞ്ഞ് കിട്ടും. നിങ്ങൾ മിക്സിയിൽ അങ്ങനെ അരയ്ക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് കുറച്ചായിട്ടിട്ട് അരച്ചാൽ മതി. അപ്പോൾ ഇതിന് വേറെ സാധനങ്ങൾ എന്താ ആവശ്യമെന്ന് വെച്ചാൽ, ഒരു 3 ടേബിൾ സ്പൂൺ ഹണി തേൻ, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ വേണം. പിന്നെ ഉപ്പ് ഞാനൊരു അല്പം എടുത്തിട്ടുണ്ട്, കാരണം ഉപ്പ് കുറവാണെങ്കിൽ ഞാൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ക്രഷ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ക്രഷ് ചെയ്യുന്ന സമയത്ത് ഒന്ന് പൗഡർ ആയി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് 1-2 ടേബിൾ സ്പൂൺ ഇതിൽ നിന്ന് മാറ്റി വെക്കാം. കാരണം ക്രഞ്ചി ആയിട്ടുള്ളൊരു പീനട്ട് ബട്ടറാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് അത് അരഞ്ഞതിന് ശേഷം ആ പൗഡർ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. പക്ഷേ എനിക്കങ്ങനെ ക്രഞ്ചി വേണ്ട, അതുകൊണ്ട് ഞാനത് മാറ്റുന്നില്ല. അപ്പോൾ നിർത്തി അരച്ചു കൊടുക്കണം. പിന്നെ ഒന്ന് ഇടയ്ക്കൊന്ന് നിർത്തിയിട്ട് അതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഒന്ന് പൊടിഞ്ഞ് വരുമ്പോഴേക്കും എടുത്ത് വെച്ചിരിക്കുന്ന തേനും ഒലിവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ, ഇതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ഒലിവ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും ഒന്നിന് പുറകെ ഒന്നായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അരയ്ക്കാം. നല്ല പേസ്റ്റ് ആവുന്നത് അരയ്ക്കണം. പീനട്ടിൽ നിന്ന് തന്നെ എണ്ണ ഇറങ്ങി വരും. അപ്പോൾ അത് നല്ലൊരു പേസ്റ്റ് പരുവത്തിലായി കിട്ടും. ഇതാ കണ്ടില്ലേ, ഇടയ്ക്കിടയ്ക്ക് നിർത്തി അരച്ചപ്പോഴാണ് ഇങ്ങനെ കിട്ടിയത്. ഇനി നമുക്കിത് നല്ല ഉണങ്ങിയ ഒരു കുപ്പിയിലേക്ക് മാറ്റണം. വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഇല്ലാത്ത കുപ്പിയിലേക്കാണ് മാറ്റേണ്ടത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുന്ന പീനട്ട് ബട്ടർ പോലെ തന്നെ ഇരിക്കും ഇത്. ഒരു പ്രിസർവേറ്റീവ്സും ഇല്ലാത്ത ശുദ്ധമായ പീനട്ട് ബട്ടർ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഹായ്